ഹിമാലയൻ മലനിരകളിലുള്ള അൽമോറോ ജില്ലയുടെ അതിരിലൂടെ ഒഴുകുന്ന സുന്ദരിയായ ഗോസി നദിയിൽ നിന്നും ആയിരക്കണക്കിന് അടിമുകളിൽ തണുത്തുറഞ്ഞ മോഹൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നു. ഒരു നാൾ അവിടേക്ക് അവനെത്തി. മഞ്ഞയുടലിൽ കറുപ്പുവരകളുള്ള അവൻ കടന്നുപോയ വഴികളിലെല്ലാം മരണം വിതറി. പ്രാദേശികവാസികളായ 2 ശിക്കാരിമാർ കടുവയെ വേട്ടയാടുവാൻ ശ്രമിച്ചുവെങ്കിലും നിഷ്ഫലമായതേയുള്ളൂ. അവർ നരഭോജിക്ക് നേരെ തുടരെ വെടിവെച്ചു. എങ്കിലും ഒന്നുപോലും ലക്ഷ്യത്തിൽ കൊണ്ടില്ല. പ്രാദേശിക വേട്ടക്കാരിലുള്ള പ്രതീക്ഷ നഷ്ടമായപ്പോൾ പ്രദേശവാസികളുടെ എല്ലാം ഒപ്പോടുകൂടി ഒരു വലിയ നിവേദനം തയ്യാറാക്കി. ബ്രിട്ടീഷ് ഗവൺമെൻറ് അടുത്ത് ഗ്രാമീണർ എല്ലാവരും കൂടി സമർപ്പിച്ചു. നരഭോജി കടുവയെ വകവരുത്തുവാൻ ഫലപ്രദമായ ഒരു വഴിയേ ഉള്ളൂ എന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് മനസ്സിലായി. സാക്ഷാൽ ജിം കോർബറ്റിനെ വേട്ടയ്ക്ക് നിയോഗിക്കും. അങ്ങനെയാണ് നരഭോജിയെ പിടിക്കുവാൻ സാക്ഷാൽ ജിം കോർബറ്റ് മോഹൻ ഗ്രാമത്തിൽ എത്തിയത്. ഗ്രാമത്തിലെത്തിയ കോർബറ്റും അനുയായികളും വർഷങ്ങളായി ഉപയോഗശൂന്യമായ ഒരു കെട്ടിടത്തിൽ താമസം ആരംഭിച്ചു. ഗ്രാമവാസികളോട് കടുവയിൽ നിന്നും ഇതുവരെ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ജിം കോർബറ്റ് ചോദിച്ചു മനസ്സിലാക്കി. കടുവയുടെ ആദ്യത്തെ ആക്രമണമുണ്ടായത് ഏതാനും സ്ത്രീകളുടെ സംഘത്തിന് നേർക്കായിരുന്നു. മോഹൻ ഗ്രാമത്തിൻ്റെ കിഴക്കുമാറി വിശാലമായ ഒരു പുൽമൈതാനം ഉണ്ടായിരുന്നു. ഏകദേശം ഒരാൾ പൊക്കത്തിൽ വളർന്നു നിൽക്കുന്ന വിശാലമായ ഈ പുൽമൈതാനത്തിൻ്റെ അതിരിൽ അഗാധമായ കൊക്കയാണ്. കൊക്കയുടെ വിളിമ്പിൽ നിന്ന് താഴേക്ക് നോക്കുകയാണെങ്കിൽ മനോഹരിയായ ഗോസി നദി ആയിരക്കണക്കിനടി താഴേക്ക് പാൽപദം നുരച്ചുകൊണ്ട് ഒഴുകുന്നത് കാണാം. ഗ്രാമത്തിലെ സ്ത്രീകൾ കന്നുകാലികൾക്ക് വേണ്ട പുല്ലരിയാൻ ഇവിടെ വരാറുണ്ട്. അന്നും ചില സംഘം സ്ത്രീകൾ പുല്ലരിയുകയായിരുന്നു. പെട്ടെന്ന് അടുത്തുള്ള പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് ഭീഷണമായ ഒരു മുലർച്ച കേട്ടു. ഭീമാകാരനായ ഒരു കടുവ അവർക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ഭയന്നുപോയ സ്ത്രീകൾ ഉച്ചവെച്ചു. രക്തം മരവിപ്പിക്കുന്ന കാഴ്ച കണ്ട പ്രായമായ ഒരു സ്ത്രീ പിന്നോട്ട് മാറുന്നതിനിടെ കാൽ വഴുതി കൊക്കയിലേക്ക് വീണു. ഒച്ചയും ബഹളവും കേട്ടതോടെ കടുവ പിന്മാറി. പുലുകൾക്കിടയിലൂടെ ആ ജന്തു ഓടിമറഞ്ഞു. താഴേക്ക് വീണ സ്ത്രീയെ നോക്കിയപ്പോൾ അവർക്ക് ആശ്വാസമായി. ഭാഗ്യത്തിന് വീണത് മലയുടെ താഴെയുള്ള ഒരു തട്ടിലാണ്. അവരുടെ ഒരു കാൽ ഒടിഞ്ഞിട്ടുണ്ട്. മറ്റു പരിക്കുകളൊന്നും കാണുവാനില്ല. സ്ത്രീയെ മുകളിലെത്തിക്കുവാൻ തങ്ങളെക്കൊണ്ട് സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ മറ്റു സ്ത്രീകൾ ഒരു പെൺകുട്ടിയെ കാവലിരുത്തിയ ശേഷം ഗ്രാമത്തിലുള്ളവരെ വിവരമറിയിക്കുവാൻ ഗ്രാമത്തിലേക്ക് ഓടി. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഏതാനും പുരുഷന്മാരുടെ സംഘവും സ്ത്രീകളും കൂടി ഓടിപ്പിടച്ചെത്തി. താഴെ മലയുടെ തട്ടിൽ പ്രായമായ സ്ത്രീ ബോധമില്ലാതെ കിടപ്പുണ്ട്. കാവലിരുത്തിയ പെൺകുട്ടിയെ കാണാനില്ല. നിലത്താകെ രക്തവും മുടിയിഴകളും ഏതാനും എല്ലിൻ കഷ്ണങ്ങളും പിഞ്ചിക്കീറിയ തുണിയിഴലുകളും മാത്രം. സ്ത്രീയെ മുകളിലെത്തിച്ചു ബോധം വീണപ്പോൾ അവർ ആ കഥ പറഞ്ഞു. കൊച്ചു പെൺകുട്ടിയെ കാവലിരുത്തി മറ്റുള്ളവർ പോയത് വലിയൊരു തെറ്റായിപ്പോയി. സ്ത്രീകൾ പോയി കഴിഞ്ഞ് അല്പനേരം കഴിഞ്ഞപ്പോൾ പുല്ലുകൾക്കിടയിൽ അവൻ പ്രത്യക്ഷനായി. ഭയം നിറണ്ട കുട്ടി കയ്യിലുണ്ടായിരുന്ന വാക്കത്തി കടുവയ്ക്ക് നേരെ വീശിയിരുന്നെങ്കിലും ശ്രമം വിഫലമായി. പിന്നിലേക്ക് മാറുവാൻ ഒട്ടും ഇടവുമില്ല. താഴെ അഗാധമായ കൊക്കയുമാണ്. ആർത്തിമൂത്ത കടുവ കുട്ടിയുടെ മേൽ ചാടി വീണു. ഒറ്റക്കടിക്ക് കുട്ടിയുടെ തലയോട്ട് പൊട്ടുന്ന ഒച്ച കുഴിയിൽ കിടക്കുന്ന വൃദ്ധയായ സ്ത്രീ കേട്ടു. അതോടെ അവരുടെ ബോധം നഷ്ടമായി. കോർബറ്റ് വരുന്നതിനും 10 ദിവസം മുമ്പായിരുന്നു കടുവയുടെ അവസാനത്തെ ആക്രമണം. പുല്ലരിയാൻ കാട്ടിലേക്ക് പോയ ഒരു സ്ത്രീ പിന്നീട് തിരിച്ചു വന്നില്ല. അന്വേഷിച്ചു പോയവർ കണ്ടത് കടുവ ഭാഗികമായി ആകരിച്ച ശേഷമുള്ള ജീവാവശിഷ്ടങ്ങൾ ആണ്. തണുത്തുറഞ്ഞ രാത്രികാലങ്ങളിൽ മനുഷ്യമാംസത്തോടുള്ള ആർത്തിമൂത്ത കടുവ വനത്തിൻ്റെ അതിരുകൾ താണ്ടി ഗ്രാമപ്രദേശങ്ങൾ കടന്നു വരാറുണ്ട്. ഭയന്നു കഴിയുന്ന ഗ്രാമീണർ സന്ധ്യയ്ക്ക് മുൻപ് തന്നെ കതകടച്ച് വീടുകളിൽ ഇരിക്കാറാണ് പതിവ്. മനുഷ്യരെ കിട്ടാതെ വരുമ്പോൾ കടുവ ഘോരമായി ഗർജിക്കുമായിരുന്നു. ഹൈപ്രസ് മരങ്ങളുടെ മേൽ മൂടിക്കിടക്കുന്ന മഞ്ഞുപോലും ശബ്ദകമ്പനം മൂലം നിലത്തു വീഴും. ഒടുവിൽ ഏതെങ്കിലും കന്നുകാലി കൂട്ടങ്ങളെ ആക്രമിച്ച് ഭക്ഷിച്ച ശേഷം അത് അവിടെ നിന്നും സ്ഥലം വിടും. കടുവയെക്കുറിച്ചുള്ള വിവരണങ്ങൾ ശേഖരിച്ച ജിം കോർബറ്റിന് ഒരു കാര്യം മനസ്സിലായി. പരിക്കു പറ്റിയ ഒരു കടുവയാണിത്. സാധാരണഗതിയിലുള്ള അതിൻ്റെ വേട്ടയെ അയോഗ്യമാക്കുന്ന വിധം സാരമായ ഒരു പരിക്ക് ഇതിനുണ്ടാവും. അതുകൊണ്ടാണ് എളുപ്പം കീഴ്പ്പെടുത്താൻ സാധിക്കുന്ന മനുഷ്യൻ്റെ നേർക്കത് തിരിഞ്ഞത്. പിറ്റേന്ന് തന്നെ ജിം കോർബറ്റ് കടുവയെ തിരഞ്ഞിറങ്ങി. കടുവ അവസാനം സ്ത്രീയെ പിടിച്ച സ്ഥലത്തേക്കാണ് ആദ്യം പോയത്. ആ പരിസരം മുഴുവനും വിശദമായി നിരീക്ഷണത്തിന് വിധേയമാക്കിയതിൽ നിന്നും ഒരു കാര്യം വ്യക്തമായി. കടുവ വേറെ ദേശത്തേക്ക് പോയിട്ടില്ല. പുതിയതായി പതിഞ്ഞ കടുവയുടെ കാൽപ്പാടുകളും സമീപത്തുള്ള മരത്തിന്മേൽ കടുവ മാന്തിയ പാടുകളും അത് വിളിച്ചു പറയുന്നുണ്ട്. തിരികെ ക്യാമ്പിലേക്ക് മടങ്ങിയ അദ്ദേഹം പിറ്റേ ദിവസം 2 പോത്തുകളെ കൊണ്ടുവന്ന് വിവിധ സ്ഥലങ്ങളിൽ കെട്ടിയിട്ടു.
4-5 ദിവസം കഴിഞ്ഞിട്ടും കടുവയുടെ സാമീപ്യത്തിൻ്റെ ഒരു അടയാളവുമില്ല. പോത്തുകൾ പതിവ് പോലെ മേഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞു വന്നു നോക്കിയപ്പോൾ മേഞ്ഞുകൊണ്ടിരുന്ന പോത്തുകളിലൊന്നിനെ കാണാനില്ല. പോത്തിനെ കെട്ടിയിട്ടിരുന്ന കയർ കടുവ കടിച്ചു മുറിച്ച ശേഷം ഇരയെ വലിച്ചുകൊണ്ടു പോയിരിക്കുന്നു. ഒരു വഴിച്ചാൽ പോലെ ചാഞ്ഞു കിടക്കുന്ന പുൽപ്പടർപ്പുകളിൽ പോത്തിൻ്റെ രക്തം കാണാം. തോക്കും കയ്യിലെടുത്ത് ജാഗ്രതയോടുകൂടി ഏകനായി ജിം കോർബറ്റ് അടയാളങ്ങൾക്ക് പിന്നിലൂടെ മുന്നോട്ട് പോയി. ഏകദേശം 4 മൈലോളം ദൂരം ചെങ്കുത്തായ കയറ്റവും ഇറക്കവും പിന്നിട്ട് രക്തപ്പാടുകളെ പിന്തുടർന്ന് ഒടുവിൽ മലഞ്ചെരുവിലേക്ക് തള്ളി നിൽക്കുന്ന പാറയുടെ മുകളിലെത്തി. അവിടെ നിന്നും 40 അടി താഴെ പോത്തിനെ കടുവ ഭക്ഷിച്ചതിനു ശേഷമുള്ള അവശിഷ്ടങ്ങൾ കണ്ടെത്തി. വളരെ കരുതലോടുകൂടി കോർബറ്റ് താഴേക്കിറങ്ങി. അവിടെ മൃഗങ്ങൾ സഞ്ചരിച്ചു തെളിഞ്ഞ ഒരു വഴിത്താര കാണാം. അത് അവസാനിക്കുന്നത് വിശാലമായ ഒരു പുൽമൈതാനത്തിലാണ്. അധികം ഉയരമുള്ള പുല്ലുകളല്ല ഇവിടെയുള്ളത്. മൃഗങ്ങൾ സ്വതന്ത്രമായി മേയുന്ന ഒരിടമാണിത്. പെട്ടെന്ന് കോർബറ്റ് അത് കണ്ടു. പുല്ലിൽ കടുവ കിടന്നതിൻ്റെ അടയാളം. അല്പം മുൻപായിരിക്കണം അതവിടെ നിന്നും എണീറ്റ് പോയത്. കാരണം ചാഞ്ഞു കിടക്കുന്ന പുൽനാമ്പുകൾ മെല്ലെ അനക്കം വെച്ച് നിവർന്നു വരുന്നുണ്ട്. ഒരുപക്ഷെ വെയിലിന് ചൂട് വർദ്ധിച്ചപ്പോൾ തണൽ തേടി മറ്റൊരു സ്ഥലത്തേക്ക് പോയതാവാം. അങ്ങനെയെങ്കിൽ അടുത്തെവിടെയോ നരഭോജിയുണ്ട്. പക്ഷേ ഇതിനോടകം കടുവ തൻ്റെ സാമീപ്യം മനസ്സിലാക്കിയിട്ടുണ്ടാവണം. കുറച്ചകലെ മാറി ഒരു വലിയ മരം മൈതാനത്ത് മറിഞ്ഞു വീണ് കിടക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. കടുവ തണൽ തേടി പോയതാണെങ്കിൽ ആ വലിയ മരത്തിൻ്റെ തണലിൽ മറഞ്ഞു കിടക്കാനാണ് സാധ്യത. കോർബറ്റ് മെല്ലെ നിലത്ത് കിടന്ന ശേഷം തോക്കുമായി മെല്ലെ മരത്തിനടുത്തേക്ക് ഇഴഞ്ഞു നീങ്ങി. ഏകദേശം മരത്തിനടുത്തേക്ക് അടുക്കാറായപ്പോൾ അയാൾ കടുവയുടെ ശരീരത്തിലെ വരകൾ കണ്ടു. കടുവ കിടക്കുന്നതിനപ്പുറം ചെങ്കുത്തായ ഗർത്തമാണ്. ഒരു കാരണവശാലും കടുവ ആ വഴി ഓടി രക്ഷപ്പെടില്ല. 90% സാധ്യത തൻ്റെ നേർക്ക് വരുവാനാണ്. നിലത്ത് കിടക്കുമ്പോൾ അക്രമമുണ്ടായാൽ കൃത്യമായും നിറയൊഴിക്കാനും ആകില്ല. ഇപ്പോൾ ഏകദേശം 20 അടി മാത്രമേ ഉള്ളൂ ജിം കോർബറ്റും നരഭോജിയും തമ്മിലുള്ള അകലം. അതിനിടെ അദ്ദേഹം ശ്രദ്ധിച്ചു, കടുവയുടെ മുഖം തിരിഞ്ഞിരിക്കുന്നത് തൻ്റെ നേർക്കാണ്. സ്ഥിതിഗതികൾ പ്രതികൂലമാവുകയാണ്. ഒരല്പം നേരം ആ കിടപ്പിൽ കിടന്നൊരു നിരീക്ഷണം നടത്തി. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. കടുവ സമൃദ്ധമായി ആഹാരം കഴിച്ചതിന് ശേഷമുള്ള ഉച്ചമയക്കത്തിലാണ്. മലർന്നു കിടന്ന് കൈകാലുകൾ മുകളിലോട്ടാക്കി 150 ആൾക്കാരെ ഭക്ഷിച്ച ആ മൃഗം മരണം ജിം കോർബറ്റിൻ്റെ രൂപത്തിൽ വരുന്നതറിയാതെ ഉറങ്ങുകയാണ്. കോർബറ്റ് വീണ്ടും മുന്നോട്ടെഴിഞ്ഞു. ഒരു 8 അടി ദൂരം കൂടെ. ഇപ്പോൾ കടുവയും വേട്ടക്കാരനും തമ്മിലുള്ള ദൂരം 12 അടിയാണ്. 12 അടി അകലത്തിൽ നിന്നും ആ കടുവയുടെ നെറ്റി നോക്കി കോർബറ്റ് ഒരു വെടി പൊട്ടിച്ചു. കോർബറ്റിൻ്റെ തോക്കിൽ നിന്ന് പോയ ആ ബുള്ളറ്റ് കടുവയുടെ തലയോട്ടി തകർത്തു. ഒന്ന് പിടയുക പോലും ചെയ്യാതെ ആ നരഭോജി കടുവ ഓർമ്മയായി. ആ കടുവയെ പരിശോധന വിധേയമാക്കിയപ്പോൾ കോർബറ്റിൻ്റെ അനുമാനങ്ങളെ ശരിവെക്കുന്നതായിരുന്നു. പണ്ടെന്നോ ഒരു മുള്ളൻ പന്നിയുമായി ഉണ്ടായ അക്രമത്തിൽ കിട്ടിയ പരിക്കായിരുന്നു ഈ കടുവയെ നരഭോജിയാക്കുവാനുള്ള കാരണം. കടുവയുടെ ശരീരത്തിൽ തറച്ച മുള്ളുകൾക്ക് ഏകദേശം 5 ഇഞ്ചിലേറെ നീളമുണ്ടായിരുന്നു. പരിക്ക് പറ്റിയ ഇടമാകട്ടെ വ്രണവും പഴുപ്പും നിറഞ്ഞ ഏതാണ്ട് ദുർഗന്ധം വമിക്കുന്ന സ്ഥിതിയിലായിരുന്നു. അങ്ങനെ മനുഷ്യജീവന് ഭീഷണിയായിരുന്ന ഒരു നരഭോജി കടുവ കൂടി കോർബറ്റിൻ്റെ തോക്കിനിരയായി. അങ്ങനെ 150 പേരുടെ ജീവനെടുത്ത ഈ നരഭോജി കടുവ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് ലഭിക്കാൻ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ കഥയുമായി വീണ്ടും കാണാം. ബായ്.